ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. മാനസിക നില തെറ്റിപ്പോവാതെ പിടിച്ചു നിൽക്കാ ഞാൻ. ഒന്നും പറയണ്ട, പിന്മാറിക്കോ. നീ മത്സരിക്കണ്ട. നിന്റെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലാന്ന്. വേണ്ടടാ, ആരും വേണ്ട. പ്രഭ നോമിനേഷൻ കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞു ബന്ധങ്ങൾ നോക്കുന്നില്ലാന്ന്. ദേവികയും പിന്മാറുന്നു. അച്ഛാ, അവള് വിഷമം കൊണ്ട്. ഓ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമേ വിഷമുള്ളൂ. ഞാനൊരു മനുഷ്യനല്ലേ. പ്രഭ എന്നെ മറന്നുകൊണ്ടാ പ്രവർത്തിക്കുന്നേ. അവക്ക് വേണ്ടി ജീവിച്ചവനാ ഞാൻ. എന്നിട്ടിപ്പോ എന്തായി? അച്ഛാ, ആരും വേണ്ടടാ. ആരും എന്നെ കുറിച്ച് ചിന്തിക്കണ്ട. മോളെ, നിന്നെ ഞാൻ എന്റെ രജനിയെ പോലെ കണ്ടിട്ടുള്ളത്. മോളെ എന്ന് വിളിക്കുന്ന ഒരു ഭംഗിവാക്കല്ല. മോളെ എന്ന് കണ്ടു തന്നെ കൂടെ കൊണ്ടു കിടക്കുന്നേ. ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. വിഷമമെങ്കിൽ ക്ഷമിച്ചേക്ക്. അയ്യോ അച്ഛൻ, ഞാൻ